ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ കവിത കേട്ടുറങ്ങുന്ന പൂവേ. സോ സിമ്പിൾ. കണ്ട, ഇത്ര സിമ്പിൾ ആയിരുന്നു ഈ ഗെയിം എന്നാണ് വിനീത ചേച്ചി തെളിയിച്ചോണ്ടിരിക്കുന്നത്. പള്ളിവാള ഭദ്രാപട്ടക കയ്യിലെന്തും തമ്പൂരാട്ടി നല്ല അച്ഛന്റെ തിരു മുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ അങ്ങനെ അങ്ങനെ. എവിടെ നിക്കണേന്ന് പറഞ്ഞു കൊടുക്ക്. അതും പോയി. ചങ്കിലൊരത്തന് ചങ്കുണ്ടെങ്കിൽ ആ ചങ്കു പറിച്ചു കൊടുക്കാമോ? ചങ്കിന് വേണ്ടത് ചങ്കാണെങ്കിൽ ആ ചങ്കു പറിച്ചു കൊടുക്കാം. രണ്ട് തവണ പിച്ചയിപ്പിക്കും. ആ ഒന്ന് അത് തന്നെ. രണ്ട് വീണോ? അത് ഇല്ല. ഓക്കെ, രണ്ട്. നമസ്കാരം. നമ്മളിത് ഇപ്പൊ തിരുവല്ല നഗരത്തിലും മുത്തൂർ ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. സൂപ്പർ ബമ്പർ നമ്മൾ ഇന്നിവിടെ അടിച്ച് തകർക്കുന്ന തോന്നുന്നത്. കാരണം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഇവിടെ ഒരുപാട് ഉശിരുള്ള ചെറുപ്പക്കാരും നാട്ടുകാരും കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാനും 25,000 രൂപ സ്വന്തമാക്കാനും ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് മുത്തൂർ നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. പോരെ. ഇവിടെ കുറേ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് കയറിയാലോ, കുറേ വിശേഷങ്ങൾ വയ്ക്കാം. പോരെ. നമസ്കാരം ചേട്ടന്മാരെ, പോവാണോ? നമസ്കാരം. ബുള്ളറ്റിലാണോ ഓട്ടോ വിളിക്കാൻ വന്നേക്കുന്നത്? സുഹൃത്തുക്കളാ. എന്നാ പേര്? വിഷ്ണു. ശ്രീജിത്ത്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്. അടിപൊളി. നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ബമ്പർ എന്ന് പറഞ്ഞ പരിപാടി അല്പസമയത്തിന് ശേഷം നമ്മുടെ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നടക്കും. അപ്പോൾ അവിടെ ഉണ്ടാവണം. 1000 രൂപ മുതൽ 25,000 രൂപ വരെ സമ്മാനങ്ങൾ ഉണ്ടാവും. സമ്മാനങ്ങൾ 25,000 രൂപയാണ് സമ്മാനം. 1000 രൂപ 25,000 രൂപ വരെ. ഗെയിംസ് ആണ്, കുറച്ച് കായികപരമായിട്ടൊക്കെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ആണ്. രസമുള്ള പരിപാടിയാണ്. അപ്പോൾ വരണം, പങ്കെടുക്കണം. ബിസിനസ്സുകാരനാണെങ്കിലും കുറച്ച് കാശ് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പറ്റാൻ പറ്റും. നോക്ക് കാണണം. ഓക്കെ. ഞാൻ ഈ ചേട്ടന്മാരെ ഒന്ന് പരിചയപ്പെടട്ടെ. ഇവരായിരിക്കുമല്ലോ ഈ നഗരത്തിലെ മെയിൻ ആൾക്കാര്. എന്താ പേര്? അജിത്ത്. എത്ര വർഷമായി ഈ സ്റ്റാൻഡിൽ? ആണോ? 23 വർഷമായിട്ട് ഇവിടെയാണ് പരിപാടികൾ. അത് ശരി. വരില്ലേ? പരിപാടിക്ക് ഉണ്ടാവില്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? ചേട്ടനാണോ ഇവിടുത്തെ മെയിൻ ആള്? ആ മെയിൻ ആൾ എന്ത്? ഓട്ടത്തിലാണ്. ഇപ്പൊ ഉള്ളേല് മെയിൻ ആളാരാണ്? ചേട്ടന്റെ പേര് എങ്ങനെയാ? എന്താണ്? വീട്ടിൽ വിളിക്കുന്നത് രാജു. മറ്റേത് മീൻസ് നാട്ടുകാർ വിളിക്കുന്നതാണോ? ഒഫീഷ്യൽ പേര് പൗലോസ്, വീട്ടിൽ രാജു. കൂട്ടുകാരന്മാരെന്താ വിളിക്കുന്നത്? രാജു തന്നെയാണ് വിളിക്കുന്നത്. അല്ല, ഞാനേ വീട്ടിൽ വിളിക്കുന്നത് രാജു, പൗലോസ് വേറെ പേര്. നാട്ടിലും കൂട്ടുകാർ വേറെ വേറെ പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. രാജുചേട്ടൻ എത്ര കാലമായി ഇവിടെ? 30 വർഷം. അത് ശരി. ഇതിപ്പോ ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ കൊല്ലങ്ങളായിട്ടുണ്ടാവും. ഏറ്റവും സീനിയർ ആരായിരിക്കും ഇവിടുത്തെ? ആണല്ലേ. ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്ന് രാജേട്ടന് 30 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. ഈ ആല് ഇതെന്താ ഇത് ഈ പറഞ്ഞ ഇത്രയും കൊല്ലമായി അതിൽ കൂടുതലായിണ്ടാവില്ലേ? ആണല്ലേ. ഇത് എന്താ അമ്പലമാണിത്? ഭദ്രകാളി ക്ഷേത്രമാണ്. അതിന്റെ ഭാഗമായിട്ട് കാണിക്കവഞ്ചിയാണിത്. ആ ക്ഷേത്രം കുറച്ചുകൂടി ഉള്ളിൽ കയറിയിട്ടാണ്. ആ ഭാഗത്തായിട്ടാണ്. അത് ശരി. അപ്പൊ നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ബമ്പർ പരിപാടി ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നടക്കണം. അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ കാണണം. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? ഷാജി. അപ്പൊ ഷാജി ചേട്ടനും കൂട്ടുകാരും എല്ലാവരും കൂടെ കാണണം കേട്ടോ. ഓക്കെ. ഇനിയും ഒരുപാട് പരിപാടികൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഈ മുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്കൊന്ന് അറിയാനുണ്ട്. അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ ഗെയിം നടത്താനും ഒരുപാട് സമ്മാനങ്ങൾ ഇവർക്കണ്ട് കൊടുക്കാനും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. വാ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ മുത്തൂരിന്റെ മുത്തുകളെ എന്തോ അതാണ്.
അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ പുതിയ അധ്യായം മുത്തൂരിന്റെ ഈ മണ്ണിലാണ്. NSSന്റെ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിന്റെ ഈ മണ്ണിലാണ്. നിങ്ങൾക്ക് തന്നെ ഒരു കിടിലം കൈയടി കൊടുത്തേ. അതാണ് നമുക്ക് തുടങ്ങാപ്പോ. ആരാ എനിക്കൊന്ന് തുടങ്ങി തരും? ഒരു നല്ല പാട്ട് പാടിക്കൊണ്ട് വേണം, ഒരു അടിപൊളി പാട്ട് പാടിക്കൊണ്ട് വേണം എനിക്ക് തുടങ്ങാനായിട്ട്. ഈ കൂട്ടത്തിൽ ആരാ ഒരു പാട്ട് പാടിത്തരാ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സൂപ്പർ ബമ്പറിന്റെ ആ തുടക്കം ഉഷാറാക്കാൻ വേണ്ടി അശ്വതി ചേച്ചി ഇവിടെ റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്ന വെച്ചപ്പോ പറഞ്ഞു കേട്ട പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അശ്വതി എന്നാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, ആങ്ങള, ഭർത്താവ്, 2 മക്കൾ. 2 മക്കള്. മക്കളും ഭർത്താവും ആങ്ങളെയും ഒക്കെ പാടൂ? ചെറുതായിട്ടേ പാടുള്ളൂ. അവരിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ. എവിടെയാണ്? അച്ചോടാ ഇങ്ങ് വന്നേ. അടിപൊളി. ഇതേ നമ്മുടെ നായകനെത്തി. നിന്റെ പല്ലക്കാരട കൊണ്ടുപോയേ അച്ചോടാ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ? കരിക്കൊടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കരിക്കൊടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കന്നിക്കൊയ്ത്തടുത്തൊരു കതിരണി വയലിനെ കണി കാണാനുണരടി പൂവേ, കന്നിക്കൊയ്ത്തടുത്തൊരു കതിരണി വയലിനെ കണി കാണാനുണരടി പൂവേ. അമ്പോ ഗംഭീരം. എന്തായാലും മുത്തൂർ ഒന്ന് ഗംഭീരമായിട്ട് ഉണർന്നു. നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ തുടക്കം ഉഷാറായി. എവിടെ നമ്മുടെ ഉണ്ണിപ്പൂന്തേ? ആ ഉണ്ണിപ്പൂവിനെ ഒന്നും കൂടി കൊണ്ടുവന്നേ. എന്നാ പേര്? വാവാ വീവിയോ? എന്താ പേര്? പൗർണമി. പൗർണമിക്ക് ഒരു കൈയ്യടി കൊടുക്ക്. ഹായ്. പൗർണമിക്ക് നമ്മളൊരു സൂപ്പർ ഗിഫ്റ്റ് വരാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയാമോ? ബിസ്ക്കറ്റ് ആയാലോ? പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇഷ്ടായ? സൂപ്പർ ബമ്പർ ഇഷ്ടായ? അതും ഇഷ്ടായ. അടിപൊളി. ഒരു ലോഡ് ഉണ്ട് ഹൈഡ് ആൻഡ് സീക്ക്. 2 കൈ കൊണ്ട് മേടിച്ചോ, അല്ലെങ്കിൽ ചാടിപ്പോ. അമ്പോ പൊളിച്ചു. അടിപൊളിയല്ലേ? ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നമ്മൾ ഗെയിമിന്റെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന് കുറച്ച് ചെറിയ ചെറിയ നിയമങ്ങളുണ്ട്. കാരണം 25,000 രൂപ വരെ നമുക്ക് സമ്മാനം കിട്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ആ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞേക്കാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പതിവ് പോലെ ഒരു 5 പേരെ തെരഞ്ഞെടുത്ത് നിർത്തിയിട്ടുണ്ട്, ഗ്രൂം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കണമെങ്കിൽ ലോട്ട് എടുക്കണം, അല്ലെ? ഇതിലാണ് അവരുടെ ഭാവി ഇരിക്കുന്നത്. ആരാണ് ആദ്യത്തെ മത്സരാർത്ഥി എന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാള
മലയാളത്തിൻ അപ്പോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് ഇതാ ഈ ബിരുദനാണ്. എന്താണ് പേര്? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണനെ കണ്ട ഒരു ഭാഗവതർ ലുക്കൊക്കെ ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ നിന്ന് ചാടി വിളിച്ചത്. എനിക്ക് തോന്നി ആള് നമുക്കൊരു പാട്ട് പാടി തരും. ഒരു പാട്ട് പാടിയാലോ ആദ്യം തന്നെ? റെഡി? പാടിക്കോ, അടിപൊളിയായിട്ട് നല്ലൊരു പാട്ട് പാടിക്കോ. പള്ളിവാള് ഭദ്രാവട്ടകം കയ്യിലേന്തും തമ്പൂരടി നല്ലച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രാവട്ടകം കയ്യിലേന്തും തമ്പൂരടി നല്ലച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ ഇനി ഞാനോ മറന്നിടാ നല്ലച്ഛനോ മറന്നിടുക ശ്രീധര മുകള് വേറെയുണ്ട് അങ്ങനെ പള്ളിവാള് ഭദ്രാവട്ടകം കയ്യിലേന്തും തമ്പൂരടി നല്ലച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ പാടിപ്പോ കയ്യടി പോരാ, നല്ലൊരു കയ്യടി കൊടുത്തേ, കയ്യടി പോരാ. ആ അടിപൊളി. ഇതിന്ന് ഒരു ലോട്ട് എടുത്തിട്ട് ചേട്ടനായി തരണം. എന്നിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ ആരാണ് ആ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് ഇതിന്ന് ഒരു ലോട്ട് എടുത്തിട്ട് എനിക്ക് താ. ഓക്കെ, താങ്ക് യു. ഇനിയപ്പോ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. നമ്മൾ ലോട്ട് എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ മുത്തൂരിന്റെ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ജീന മാത്യു. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ മത്സരാർത്ഥി ഇതാ നിൽക്കുന്നു, ജീന മാത്യൂസ്. നമസ്കാരമുണ്ട്. നമസ്കാരം. അയ്യോ പതുക്കെ അല്ല, ഉറക്കെ പറ. നമസ്കാരം. എന്താ ടെൻഷൻ അടിച്ചേക്കാണോ? ഓ ഇല്ല. ഒന്ന് ചിരിച്ചേ. ഓക്കെ, അപ്പൊ ജീന ചേച്ചി റെഡിയാണ്. ഇനി ഒന്നും നോക്കാനില്ലേ, നമുക്ക് മത്സരം തുടങ്ങാം. ചേച്ചിക്ക് ഇതിന്റെ നിയമങ്ങളൊക്കെ അറിയാലോ അല്ലെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലേ. ഇനി നമുക്ക് ഏതാണ് ഗെയിം എന്ന് ലോട്ട് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ജീന ചേച്ചി, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം എന്ന് വിചാരിച്ചത്? ഈ സൂപ്പർ ബമ്പർ എന്ന പരിപാടി TV കണ്ടിട്ടുണ്ട് ഓൾറെഡി. അടിപൊളി, ഒരു കൈയടി ഞങ്ങൾക്ക്. താങ്ക് യു. എന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് പങ്കെടുക്കാമെന്ന് വിചാരിച്ചത്. എത്ര രൂപ വരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് തോന്നുന്നത്? അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു ചേച്ചി നന്നായിട്ട് മത്സരിക്കും, അത്യാവശ്യം കാശും കൊണ്ട് ഇവിടുന്ന് പോകൂ എന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡും അമ്മയും. എന്തായാലും നമുക്കിനി ലോട്ട് എടുത്താലോ? ഗെയിം ഏതാന്ന് നോക്കിയാലോ? റെഡി അല്ലേ? റെഡി. അപ്പൊ ജീന ചേച്ചിനെ ഒന്നും ഉഷാറാക്കി നമുക്ക്. അപ്പോ ജീന ചേച്ചിയുടെ ആദ്യത്തെ മത്സരം ഏതാണെന്ന് അറിയാനുള്ള ലോട്ട് എടുക്കാം. ജീന ചേച്ചി, ഈ കാണുന്നതാണ് പണപ്പെട്ടി എന്ന് പറയുന്ന സംഭവം. അതിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ, കുറേ കാശ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പണപ്പെട്ടിയിലെ കാശ് ജീന ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പണി ഏതാണെന്നുള്ളത് ആദ്യം നമ്മൾ എടുക്കണം. എന്നിട്ട് ആ ഗെയിം നമ്മളിവിടെ മത്സരിച്ച് ജയിക്കണം. സോ സിമ്പിൾ, അതാണ് സംഭവം. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പണപ്പെട്ടിയും പണിപ്പെട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജീന ചേച്ചിയും ഞാനും ആദ്യത്തെ പണി ഏറ്റെടുക്കാൻ പോണേ. എനിക്കുള്ളതല്ല, ജീന ചേച്ചിക്കുള്ളത് എടുക്കാം. ജീന ചേച്ചി ഒരു ഉഷാറില്ല, ടെൻഷനാണോ? ഓ ഇല്ല, ടെൻഷൻ ഇല്ല. ടെൻഷൻ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് കണ്ണീന്നൊക്കെ ഇപ്പൊ വെള്ളം വരും അല്ലേ? ജീന ചേച്ചി ടെൻഷൻ അടിക്കണം. ഈ ചിരി ഇടയ്ക്കിടയ്ക്കാണ് കിട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ലോട്ട് എടുക്കാം. അടിപൊളി. ഈ ടൊവിനോ തോമസിനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ടൊവിനോ ഫാൻസ് ഉണ്ടല്ലേ? ഓക്കെ, ടൊവിനോയുടെ അടുത്ത ഹിറ്റായ ഒരു സിനിമയാണ് ഏതാണ്? തീവണ്ടി അല്ലേ? ഈ ഗെയിമിന്റെ പേരും അത് തന്നെയാണ്, തീവണ്ടി. അപ്പോ ജീന ചേച്ചി ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. തീവണ്ടിയാണ് ജീന ചേച്ചിക്കുള്ള മത്സരം. ഈ മത്സരം എന്താണെന്നുള്ളത് പറഞ്ഞു തരട്ടെ ജീന ചേച്ചി. അതായതുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒരു നീണ്ട ഒരു കുഴൽ വെക്കും. അതിൽ കുറേ ബോളുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, തീവണ്ടി പോലെ ബോളുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. അത് ഊതി 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 മുന്നോട്ട് പോയിട്ട് ഓരോ ബോളും അറ്റത്തിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തിക്കണം. 120 സെക്കൻഡാണ് നമ്മൾ ജീന ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്ന സമയം. ആ 120 സെക്കൻഡിനുള്ളിൽ മാക്സിമം ബോളുകൾ അതിൽ വീഴ്ത്തുക എന്നുള്ളതാണ് ഗെയിം. അങ്ങനെ ചെയ്താൽ ജീന ചേച്ചിക്ക് എത്ര രൂപ കിട്ടും? ഒന്ന് ചിരിച്ചേ. 1000 രൂപയാണ് കിട്ടുന്നത്. തോറ്റാലും ഈ ചിരി മുഖത്ത് കാണണം കേട്ടോ. ഒന്ന് കൈയടിച്ചേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ജീന ചേച്ചിക്കുള്ള ആദ്യത്തെ മത്സരം തീവണ്ടി.
ജീന ചേച്ചിക്ക് 1000 രൂപ സ്വന്തമാക്കാനുള്ള തീവണ്ടി ഇതാ ഇവിടെ റെഡിയാണ്. ചേച്ചി, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിം ബോളുകൾ മനസ്സിലായല്ലോ അല്ലെ? ഇത് ഊതി 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 ഓരോന്നായിട്ട് അതിൽ വീഴ്ത്തുക. 120 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ 8 ബോള് വീഴ്ത്തി കഴിഞ്ഞാൽ 8 ബോൾ ആ ബക്കറ്റിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ കൊടുക്കാം. എന്തേ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമ്മൾ മത്സരം തുടങ്ങുന്നു. ഇന്നത്തെ ആദ്യത്തെ മത്സരം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആഞ്ഞൂതികോ ഒന്നും നോക്കണ്ട, അതന്നെ നീങ്ങട്ടെ. നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തേ. അതന്നെ ആഞ്ഞൂത് സൈഡിൽ നോത്. അത് ശരി, സൈഡിൽ നിന്നോത്. ശരിക്കും ആഞ്ഞൂത്. ഇത് നാളെ നേരം വെളുക്കുന്നോ തോന്നണം. എന്തായാലും തൊണ്ട വേനെടുത്ത് തുടങ്ങിയോ? തോറ്റ് പിന്മാറാണോ? ആണോ? എന്നാ ശരി, സാരില്ല, പോരെ. ആദ്യമായിട്ടാണ് നമ്മുടെ ഗെയിമിൽ ആദ്യം തന്നെ ഒരാൾ തോറ്റു പിന്മാറുന്നത്. നല്ല ചിരി. തോറ്റല്ലോ, ആ ചിരിയുണ്ട്. എന്തായാലും അത് നന്നായി. ജീന ചേച്ചി, എന്തായാലും ഒന്നുകൂടി ചിരിച്ചേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാവും. അച്ചടാ. ഓക്കെ, ഒരു നല്ല കൈയ്യടി കൊടുത്തേ. എന്തായാലും ആള് ആഞ്ഞു പഠിച്ചു. വീട്ടിലേ ഗ്യാസ് സ്റ്റവ് ആണോ മറ്റേ അടുപ്പുണ്ടോ? എന്നിട്ട് അടുപ്പിൽ ഊതാറില്ലേ? ആ ഒരു ആവത് പോലും ഇവിടെ കണ്ടില്ലല്ലോ. എന്തായാലും താങ്ക് യു. സൈലന്റ് ആയിട്ട് ഒരു ചിരി കൂടി തന്നിട്ട് നൈസായിട്ട് പോക്കോ. എന്തായാലും താങ്ക് യു. എന്തായാലും ജീന ചേച്ചി തോറ്റ് പിന്മാറിയ സ്ഥിതിക്ക് തൽക്കാലം ഈ ചേച്ചിമാരുടെ ഇടയിൽ നിന്ന് നമുക്ക് ആരെങ്കിലും ഇത് ജയിച്ച് കാണിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. അടിപൊളി. അപ്പൊ ചേച്ചി നമസ്കാരം. എന്താ പേര്? വിനീത. ഓക്കെ, റെഡി അല്ലേ? മത്സരം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് അടിപൊളി ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും ഈ തീവണ്ടിയിൽ ജയിച്ചാൽ. ചേച്ചി ഇത് ജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമുക്കപ്പോ മത്സരിച്ചാലോ? 8 എണ്ണമെങ്കിലും അതിൽ വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? പൊസിഷനിൽ പോയി നിന്നോ. അപ്പോ വിനീത ചേച്ചി മത്സരത്തിന് റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ മത്സരം തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഊതിക്കോ. ആഞ്ഞൂതിക്കോ. 1 2 3. അടിപൊളി. പോട്ടെ. സോ സിമ്പിൾ. കണ്ട, ഇത്ര സിമ്പിൾ ആയിരുന്നോ ഈ ഗെയിം എന്നാണ് വിനീത ചേച്ചി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 5 എണ്ണം അവിടെ വീണിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ചേച്ചി ഊതിയിരുന്നത് തോന്നണേ. ഇപ്പൊ 5 എണ്ണം തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പൊ 6 എണ്ണം വീണിരിക്കുകയാണ്. അടിപൊളി. ഒന്ന് നല്ല കൈയ്യടി കൊടുത്ത്. ഇത്രയും സിമ്പിൾ ആയിട്ട് മത്സരിക്കുമ്പോ, ഉഷാറായിട്ട് മത്സരിക്കുമ്പോ നല്ലൊരു കൈയ്യടി കൊടുത്ത്. അടിപൊളി. 7 എണ്ണം. ഒരെണ്ണം കൂടി വീണ സംഭവം പൊളിച്ചു. അടിപൊളി. ഓൾറെഡി ആള് വിൻ ചെയ്തു. എന്നിട്ടും അതൊക്കെ ഊതി തലത്തേക്കിട്ടു. ഓക്കെ, മതി. വിൻ ചെയ്തു. നിർത്തിക്കോ. അടിപൊളി. ഒരു നല്ല കൈയ്യടി കൊടുത്തേ വിനീത ചേച്ചിക്ക്. ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് തരട്ടെ. എന്നാ പിന്നെ എന്ത് തോന്നുന്നു? വളരെ സിമ്പിൾ ആയിരുന്നു അത്. അതെ. ഇതിനു മുമ്പ് ഇത്രയും ഗെയിമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എന്തായാലും 4 വിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് ചേച്ചിക്ക് കൊടുക്കുകയാണ്. വളരെ സന്തോഷം ഇങ്ങനെ വന്ന് മത്സരിച്ചതിലും നമ്മളെ സന്തോഷിപ്പിച്ചതിലും. ഒരു നല്ല കൈയ്യടി. അപ്പോ ഇവിടെ മുത്തൂരിന്റെ മണ്ണിൽ അടിപൊളിയായിട്ട് പൊടിപൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി എന്തായാലും ആദ്യം തന്നെ തോറ്റോടിപ്പോയി. എന്നിട്ട് മണ്ണും ചാരിന്നവും പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ കാണികളിൽ നിന്ന് ഒരാൾ വന്ന് കളി ജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മത്സരാർത്ഥി എങ്കിലും അങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ മത്സരാർത്ഥിയുടെ ലോട്ട് എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ. എന്തായാലും അതിനു മുമ്പ് എനിക്കൊരു പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒരു ചേട്ടൻ നന്നായിട്ട് പാട്ടൊക്കെ പാടിത്തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പാട്ട് പാടുന്ന ആൾ. ഇയാളും പാട്ട് പാടിയിട്ട് നമുക്ക് ലോട്ട് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പാടി കേൾപ്പിച്ചാൽ മതി. നന്നായിട്ടൊന്നും പാടാതെ, എന്നാലും ചുമ്മാ പാടാം. നന്നായിട്ടൊന്നും പാടാറില്ല, എന്നാലും ചുമ്മാ പാടാ. ചുമ്മാ പാടുന്ന പാട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചങ്കിലൊരത്തന് ചങ്കുണ്ടെങ്കിൽ ആ ചങ്കു പറിച്ചു കൊടുക്കാമോ? ചങ്കിന് വേണ്ടത് ചങ്കാണെങ്കിൽ ആ ചങ്കു പറിച്ചു കൊടുക്കാൻ. ചങ്കിലൊരത്തന് ചാവന്ന് കേട്ടാൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാമോ? ചങ്കു മറന്നാലും ചങ്കിന്റെ കൂടെ കട്ടയ്ക്ക് കൂട്ടിന്. ആരാണ് ചങ്കിനെ ഇട്ടിട്ട് പോയെന്നുള്ളത് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ചങ്കേ ഒട്ടും വൈകണ്ട, ഒരു ലോട്ടെടുത്ത് എന്റെ കയ്യിൽ തന്നോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും പൊളിക്ക. ആ രണ്ടാമത്തെ മത്സരാർത്ഥി അജിത. ആരാണ് അജിത? ഉത്സാഹത്തിൻ മലയാളത്തിൻ
പണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ. നമസ്കാരം അജിത ചേച്ചി. നമസ്കാരം. എന്താണ് ഇത്ര ആവേശം? നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്തോ അല്ലേ? അറിയില്ല. മത്സരിക്കാൻ തയ്യാറല്ലേ? തയ്യാറാണ്. എന്ത് പ്രശ്നം വന്നാലും എത്ര കഠിനമായ മത്സരമായാലും മത്സരിക്കില്ലേ? ശ്രമിക്കാം. അത് കേട്ടപ്പോ ഒരു ചെറിയ ഞെട്ടല്. ശ്രമിക്കാം. അപ്പോ അജിത ചേച്ചിക്കുള്ള പണപ്പെട്ടിയും പണിപ്പെട്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. പതിവ് പോലെ ആദ്യം തന്നെ നമ്മൾ പണിപ്പെട്ടിയിലേക്ക് പോകുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിൽ നിന്നൊരു പണി കണ്ടെടുത്താലോ? ഓക്കെ, അടിപൊളി. വാ. എന്താണ് അജിത ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം എന്ന് നോക്കുമ്പോ ഇതില് ഒരു പാട്ടിൽ തുടങ്ങാം. നമുക്ക് ഒരു പാട്ടുണ്ട്, ഒരു പാട്ടിലുണ്ട് ഈ ഗെയിം. കാതോടു കാതോരം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഗെയിമിന്റെ പേരും അത് തന്നെയാണ്, കാതോരം. ഈ ഗെയിമിന്റെ ഒരു രീതി പറഞ്ഞു തരാം. അതായത് അജിത ചേച്ചി ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു കൂട്ടുകാരിനെ വിളിക്കണം. വിശ്വസ്തയായ ഒരു കൂട്ടുകാരി ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ കൂട്ടുകാരത്തിനെ നമ്മളിവിടെ കണ്ണ് കെട്ടിയിട്ട് നിർത്തും. ആ കൂട്ടുകാരിയുടെ കയ്യിൽ കുറച്ച് ബോളുകളും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പല നിറത്തിലുള്ള ബോളുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ ആ ബോളിന്റെ അതേ നിറമുള്ള 3 വളയങ്ങളും വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അജിത ചേച്ചി ഈ സൈഡിൽ നിൽക്കണം. എന്നിട്ട് ആ കൂട്ടുകാരനോട് ബോൾ എറിയാൻ പറയണം. ആ എറിയുന്ന ബോൾ ഏത് നിറമാണ് എന്ന് നോക്കിയിട്ട് ഓടി ഏത് കളത്തിലാണോ ആ നിറമുള്ള കളത്തിൽ പോയിട്ട് അത് ക്യാച്ച് ചെയ്യണം. അപ്പോൾ അത് വീക്കുന്നതിന് മുമ്പ് പറയണം, ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ടെന്ന് പറഞ്ഞ് വേണം അത് വീഴ്ത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അജിത ചേച്ചി ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കാതോരം. അജിത ചേച്ചി ആദ്യത്തെ മത്സരത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആളുടെ ഒരു കൂട്ടുകാരി ഇവിടെ എത്തിയിട്ടുണ്ട്, ശരണ്യാണ്. ശരണ്യ ഓൾറെഡി ചുമന്ന കൂളിംഗ് ഗ്ലാസും ചുമന്നയിൽ മഞ്ഞയിൽ ചുമല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഗെയിം മനസ്സിലായല്ലോ അല്ലേ? അവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് വേണം ബോൾ വീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡൗട്ടും അതിൽ പാടില്ല. അപ്പൊ നമുക്ക് മത്സരം ആരംഭിച്ചാലോ? റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, ഓർക്കപ്പറ. അടിപൊളി അടിപൊളി. അതെ, അത് കുഴപ്പമില്ല. വീണ്ടും അടുത്ത ബോൾ എടുത്തോ. ആ, അത് ഏത് നിറം അത്? ഓക്കെ, മൊത്തം ഒരു ബാസ്കറ്റിൽ നമ്മൾ 3 എങ്കിലും വരുത്തണം കേട്ടോ. അടുത്തെടുക്ക്. ആ, അതേതത്? ഓക്കെ, എവിടെ നിക്കണേന്ന് പറഞ്ഞു കൊടുക്ക്. ആ, അത് പോയി. അതെ, അത് അത് പിടിക്കുമ്പോ സൂക്ഷിച്ച് പിടിക്കുക കേട്ടോ. അടുത്ത ഏതെടുത്തേക്കണേ? ആ, ഒന്ന് അടിപൊളി അടിപൊളി. അതെ, ഒന്ന് കൈയടിച്ചു കൊടുക്കുക. ഓക്കെ 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 ഓക്കെ, പോയി. ഒന്നുകൂടി അടുത്തെടുക്ക്. ഏതെടുത്തിരിക്കുന്നേ? ആ, കളത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ കളിക്കണം. ഒരു ബാസ്കറ്റ് 3 ഉണ്ടെങ്കിൽ എത്തണം. പയ്യെ. അയ്യോ, അത് പയ്യെ ഇങ്ങനെ കോരി പിടിക്കും. പയ്യെ പിടിക്കും. ഏതെടുത്തിരിക്കുന്നേ? ഓക്കെ, അതന്നെ. ഇത് കുഴപ്പമില്ലല്ലോ. ഇതിൽ 2 എണ്ണമായി. വേഗം ആയിക്കോട്ടെ. റെഡി? ആ, ഓക്കെ. ഓ, അത് സാരില്ല. അതിലൊന്നായി. അതെ, അതിലൊരെണ്ണം കൂടി. 3 അതില് 3 പച്ചയാണ്. പച്ച. ഒന്നുകൂടി. അതിൽ ഓൾറെഡി 3 പക്ഷെ എടുത്തത് സെയിം നിറം. ഗ്ലാസ്സിൽ അത് കിട്ടിയില്ല. ഓക്കെ, അടുത്തത്. ഓക്കെ, അതിലും പറഞ്ഞിട്ട് ഒന്നും കൂടി. അതിൽ 2 മഞ്ഞ. ഇവിടെ വാ. ഓ, അത് പോയി. വിട്ടുകൊടുക്ക്. ഓക്കെ. ഇതിന് 3 സമയം പോകുന്നു. വീക്ക് കയ്യടി. എല്ലാത്തിനും മതി. അടിപൊളി. ഇനി ഗ്ലാസ് ഒരുക്കോ.
മൂന്നെണ്ണത്തിലും കറക്റ്റ് 3 എണ്ണം വെച്ചിട്ട് മൊത്തം 9 ബോളുകൾ നമ്മൾ ബാസ്കറ്റിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായ സമ്മാനം 1000 രൂപ. 1000 രൂപ സ്വന്തമായി കിട്ടിയിരിക്കുകയാണ്. സന്തോഷമല്ലേ? സന്തോഷമുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് പറഞ്ഞില്ലായിരുന്നു. 2 മക്കള്. 2 മക്കള്. അവിടെ ഇപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ കടയാണ്. എന്ത് കടയാണ്? റേഷൻ കടയാണ്. റേഷൻ കടയാണ്. ഓക്കെ, അജിത ചേച്ചിക്കുള്ള 1000 രൂപ ഞാൻ ദേ കൊടുക്കാൻ പോവാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച്. അടിപൊളി. ഇത് 500 നോട്ടായിട്ട് കൊടുക്കാം. മൊത്തം 1000 ഇല്ലെന്ന് എണ്ണി നോക്കി. 1000 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൈയടിച്ച് 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ റേഷൻ കാർഡൊക്കെ വനിതകളുടെ പേരിലായല്ലോ. നല്ലതാണോ അത്? പിന്നെ അതുകൊണ്ട് എന്താ ഗുണം? അതാണോ നല്ലത്? ഞങ്ങളാണല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ എല്ലാ ആണുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് കടയിൽ പോകാൻ പറ്റത്തില്ല. അയച്ചോടാ. പ്രത്യേകിച്ച് റേഷൻ കടയില് ക്യൂ നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. ക്യൂ നിൽക്കാൻ പറ്റില്ല, അതൊന്നും പറയരുത്. ആണുങ്ങൾ ക്യൂ നിൽക്കാറില്ല, അതൊന്നും പറയരുത്. ഏറ്റവും അച്ചടക്കത്തോടുകൂടി ക്യൂ നിൽക്കുന്നത് ആരാ? ഉറക്കെ പറഞ്ഞേ കേക്കട്ടെ. അതാണ്, നമ്മളാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് 2000 രൂപയുടെ ഗെയിമാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 3000 രൂപയിലേക്കുള്ള എൻട്രി ആണ് ആ ഗെയിം. ഓക്കെ, ഇതിൽ ജയിച്ചാലാണ് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. നമുക്ക് ലോട്ട് എടുത്താലോ? അപ്പോ അജിത ചേച്ചിക്കുള്ള രണ്ടാമത്തെ ഗെയിം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഈ ഗെയിമിന്റെ പേരാണ് പന്തും കാലും. ഈ ഗെയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മള് ഈ ചാക്കിലൊക്കെ നമ്മളിങ്ങനെ ചാടി പോയിട്ട് ഉള്ള ശീലമുണ്ടോ? കണ്ടിട്ടുള്ളൂ. ഇത്തവണ നമുക്കത് അനുഭവിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ ചാക്കൊന്നല്ല. ഒരു പന്ത് തരും. ആ പന്ത് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ അത് നിലത്ത് പോവാതെ ദൂരെ കൊണ്ടുപോയി ഒരു പൊസിഷനിൽ അത് ഇടണം. അതാണ് ഗെയിം. എന്ത് തോന്നുന്നു അത് കേട്ടിട്ട്? ചിരി മാത്രമേ ഉള്ളൂ. എന്തായാലും ജയിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് 2000 രൂപയുടെ ഗെയിമാണ്. മറക്കണ്ട, 100 സെക്കൻഡ് ആണ് നമ്മൾ സമയം തരാം. അതിനുള്ളിലായിരിക്കും ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ പോയാലോ? അപ്പോ അജിത ചേച്ചിക്കുള്ള രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് പന്തും കാലും. ഒരു 4 എണ്ണമെങ്കിലും 100 സെക്കൻഡിനുള്ളിൽ അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2000ന്റെ ഗെയിം പാസ്സാവുകയാണ്. 3000ത്തിലേക്ക് കടക്കുകയാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. up 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 അപ്പുറത്തി പോട്ടെ. അടുത്തത് 4 അപ്പുറത്ത് എത്തിക്കണം കേട്ടോ. അടുത്തത് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ട് കൈയടിച്ച്. അതന്നെ, അത് ഓൾറെഡി പോയി. വേറെ എടുക്ക്, അടുത്തെടുക്ക്. അത് കൂട്ടൂല. ഇപ്പൊ രണ്ടാമത്തെ കൂട്ടൂല. അത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അങ്ങനെ അത് തന്നെ. പറ്റും. 2 ഇനി വേഗം 2 കൂടി അക്കരെ എത്തിക്കണം. നേരത്തെ പോലെ തെറിപ്പിച്ച് കളയരുത്. അപ്പൊ നമുക്കത് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാ. ഓക്കെ, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ നിങ്ങളൊക്കെ. ആ വരയുടെ അപ്പുറത്തേക്ക് ചാടണം കേട്ടോ. അവിടെ എത്തിയിട്ട് അടിപൊളി. ഇനി 1 എണ്ണം കൂടി മതി. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. 1 എണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മൾ 3000ത്തിന്റെ ഗെയിമിലേക്ക് കടക്കുകയാണ്. അജിത ചേച്ചി അത് അവിടെ എത്തിയില്ലല്ലോ. അതിനു മുമ്പ് പോയി, ഇവിടെ നിന്ന് പോയില്ലേ? ലാസ്റ്റ് 1 കൗണ്ട് ഡൗണിനുള്ള സമയമാണ്. 10 9 8 7. അതും ഇവിടെ നിന്ന് തെറിപ്പിച്ചു. പക്ഷെ എല്ലാ അപ്പുറത്ത് എത്തിച്ചു. എന്തായാലും ഇവിടെ വന്ന് നിൽക്കൂ ചേച്ചി. എല്ലാ അക്കരെ കിടത്തി. പക്ഷെ 1-2 എണ്ണമൊക്കെ അത് ഇവിടെ നിന്ന് തെറിപ്പിച്ചു വിടുകയായിരുന്നു. 3 എണ്ണമാണ് കൃത്യമായിട്ട് അപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് സമ്മാനം കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ കൺഫ്യൂഷൻ. എന്തായാലും നിങ്ങളുടെ മുത്തൂരുകാരോട് ചോദിക്കുകയാണ് ഞാൻ, എന്താ ചെയ്യണ്ടേ? ഞാൻ അടുത്ത റൗണ്ടിലേക്ക് കടത്തി വിടണോ? ഓക്കെ, എല്ലാവരും കടത്തി വിടണമെന്ന് പറയുന്നതുകൊണ്ട് നല്ല ജനസമിതിയാണല്ലോ അടുത്ത ഇലക്ഷനൊന്നൂടെ. ഓക്കെ, അജിത ചേച്ചിയെ നമ്മൾ 3000 രൂപയുടെ റൗണ്ടിലേക്ക് കടത്തി വിടുന്നു. ഒരു കൈയടി. ഒട്ടും വഹിക്കണ്ട, നമുക്ക് ആ 3000 രൂപയുടെ ലോട്ട് എടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു കവിത കേട്ടാൽ എങ്ങനെയിരിക്കും? ഞാൻ ഈ കൂട്ടത്തിൽ ഒരാൾ കവിത ചൊല്ലുന്നു കേട്ടു. ആ കവിത ചൊല്ലുന്നു പറഞ്ഞ ആളൊന്നും വരാമോ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ. ഈ നേരത്തെ ഒരു നല്ല കവിത കേൾക്കുന്നൊക്കെ എന്തായാലും നന്നായിരിക്കും. കവിത ചൊല്ലാനുള്ള ആൾ എത്തിയിട്ടുണ്ട്. എന്താണ് കവിത ചൊല്ലാൻ പോകുന്നത്? നമ്മുടെ ആളുടെ പേര് മനീഷ മനോജ്.
മനീഷ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. 8ലാണ്. ഏത് കവിത ചൊല്ലാൻ പോകുന്നത്? അച്ഛൻ എന്ന കവിത. ചൊല്ലിക്കോ. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഊർജസ്വലനാമി കുതിരയെ ഞാനെൻ ബാല്യത്തിലേക്കു നയിച്ചു. സുഖദുഃഖമിശ്രമാം പടവുകൾ താണ്ടിയ കുതിരയൻ ബാല്യത്തിലെത്തി. പൗർണമി നാളിലെ കുളിരേറും രാവിൽ നഗ്നമാറോടു ചേർത്തു പിടിച്ചെന്നെ അമ്പിളി മാമനെ കാട്ടാനിറങ്ങിയ അച്ഛൻ്റെ രൂപം തെളിഞ്ഞു വന്നു. നന്നായിട്ട് പാടിയല്ലോ, നല്ല രസമുണ്ടല്ലോ. മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചത്. അച്ഛനെ കുറിച്ചാണല്ലോ കവിത ചൊല്ലിയത്. അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? അച്ഛന്. ആണോ? അച്ഛൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആ, അച്ഛൻ ഒന്ന് കൈവക്കേ. ഓക്കെ, എങ്ങനെയാ? ആള് നല്ല ആക്റ്റീവ് ആണോ? അതുപോലെ നല്ല ആക്റ്റീവാണ്. പേരെങ്ങനെയാണ് അച്ഛന്റെ? എൻ്റെ പേര് മനോജ്. മനോജ്. ഓക്കെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ മോളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛന് കഴിയട്ടെ അല്ലേ? ഒരു നല്ല സമ്മാനം ഈ കുടുംബത്തിന് കൊടുക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും സ്നേഹവും ഒക്കെ ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അജിത് ചേച്ചിക്കുള്ള അടുത്ത ഗെയിം 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനുള്ള ലോട്ട് നമുക്ക് എടുത്തേക്കാം, ഒട്ടും വൈകിക്കണ്ട. റെഡി അല്ലേ? റെഡി. വാ. അടിപൊളി ഗെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലെന്തായാലും ചേച്ചി ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് വായിച്ചിടത്തോളം ഒരു സിമ്പിൾ ഗെയിമായിട്ടാണ് തോന്നിയത്. എന്നാലും കുറച്ച് നേരം ടെൻഷൻ എടുത്തേക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു ഒത്തിരി ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ വരാം. ഒന്ന് ഉഷാറായിട്ട് വരാം. ഓക്കെ, ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക്. നമുക്കെടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മുടെ അജിത ചേച്ചിക്കുള്ള അടുത്ത ഗെയിം ഇവിടെ റെഡിയാണ്. 3000 രൂപയുടെ ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേരാണ് പന്ത് കൊത്തി. ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ സ്റ്റിക്ക് തരും. ആ സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ ഒരു പന്ത് തരും. ആ പന്ത് ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് വേറെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി ഇട്ടാൽ മാത്രം മതി. ഓക്കെ, വളരെ ചുരുക്കം, ഒരു 80 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. അതിൽ നിശ്ചിത എണ്ണം കൊണ്ടുപോയിടേണ്ടി വരും. അത് ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടും 3000 രൂപ. റെഡി അല്ലേ? 80 സെക്കൻഡ് സമയമാണ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ സമയത്തിനുള്ളിൽ 10 ബോളുകൾ അതിലെത്തിക്കണം. ആ സ്റ്റിക്ക് കടിച്ചു പിടിച്ചിട്ടാണ് അത് കുത്തിയെടുക്കേണ്ടത്, കൈകൊണ്ട് തുടരുത്. റെഡി അല്ലേ? റെഡി. ചേച്ചി ആ സ്റ്റിക്ക് എടുത്തോ, കടിച്ചു പിടിച്ചോ. ഇനി കൈ പിറകി കെട്ടിക്കോ. ആ, ഇനി ഓരോ ബോളായിട്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. ആ, കൃത്യമായിട്ട് അതിങ്ങനെ കുത്തിയെടുക്കാൻ ശ്രമിക്കുക. അത് തന്നെ, നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. എന്നൊക്കെ ഒന്ന് പറ. ആ, അതെ, ഒന്നാമത്തെ. ഒന്നാമത്തെ ബോൾ. ഇനി 9 എണ്ണം കൂടി അവിടെ എത്തിക്കണം. 9 എണ്ണം കൂടി. 9 എണ്ണം. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. 10 സെക്കൻഡ്. അതിനുള്ളിൽ 2 എണ്ണം എത്തിച്ചിരിക്കുകയാണ്. 10 സെക്കൻഡിനുള്ളിൽ 2 എണ്ണം എത്തിച്ചിരിക്കുന്നു. സ്പീഡാക്കണം, കുറച്ചുകൂടി സ്പീഡാക്കണം. നിങ്ങൾ കൈയടിച്ച് സ്പീഡാക്കിച്ചേ. മൂന്നാമത്തെയാണ് ആ ബാസ്ക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ആ, ആ, അടിപൊളി. മൂന്നാമത്തെ. ഇനി കൃത്യം 7 എണ്ണം കൂടി അവിടെ എത്തിച്ചാൽ മതി. ഒന്നുകൂടി ആഞ്ഞു ശ്രമിക്കുക. ആ, അത് തന്നെ, മരം കുത്തിനൊക്കെ കണ്ടിട്ട് ഞാൻ ഇതുപോലെ. ഇത് 4 എണ്ണം. അതുകൊണ്ട് ഇപ്പൊ എന്നെ കുത്തിയനല്ലോ. എന്റെ കണ്ണിപ്പം പോട്ടെ. കൈ പറയട്ടെ. കണ്ട, അവര് നിയമങ്ങളൊക്കെ അവിടെ പറഞ്ഞു തുടങ്ങി. അടിപൊളി. ആള് മരങ്ങിന് വേണ്ടിട്ട് സമയം പോയിക്കൊണ്ടിരിക്കട്ടെ, വേഗം ആയിക്കോട്ടെ. 40 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ഇനി കറക്റ്റ് 40 സെക്കൻഡ് ഉണ്ട്. അവിടെ എന്തായാലും 5 എണ്ണം ആയിട്ടുണ്ട്. 5 എണ്ണം. ഇനി 5 എണ്ണം കൂടി നമ്മൾ അറിയണം. 5 എണ്ണം കൂടി. അത് തെന്നിപ്പോണം. അതെ, കുത്തിയതൊന്നും വീണത് വേറെ. 20 സെക്കൻഡ്സേ ഉള്ളൂ. 20 സെക്കൻഡ്സ്. അവിടെ 6 എണ്ണമേ ആയിട്ടുള്ളൂ. ഇത് 7ാമത്തെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി കൗണ്ട് ഡൗൺ ഉള്ള സമയമാണ്. കൈയടിച്ചേ, കൗണ്ട് ഡൗൺ ചെയ്യാൻ പോണ്. 10 9 8 7 6 5 4 3 2 1. എത്ര ഉണ്ട് എഡി നോക്കിയേ? 9 ആയുള്ളൂ.
സാറില്ല, പക്ഷെ നല്ല ഗെയിമായിരുന്നു. 9 എത്തിച്ചല്ലോ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നല്ല ഒരു കൈയടി അജിത് ചേച്ചിക്ക് കൊടുക്കണം. ഒപ്പം ഓൾറെഡി 1000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇത്രയും നന്നായി മത്സരിച്ചത് കൊണ്ട് നമ്മൾ ഒരു കിടിലൻ ഗിഫ്റ്റ് കൂടി ചേച്ചിക്ക് ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് തന്നെയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ സമയമൊക്കെ നമ്മളിങ്ങനെ കുറച്ചായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു മത്സരാർത്ഥിയെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാനുള്ളതുകൊണ്ട് ഒട്ടും വഹിക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് ലോട്ടെടുത്തേക്കാം. കപ്പലുമയ്യത്തു. ഓക്കെ, ആരാ നോക്കട്ടെ കേട്ടോ. പ്രീത. അപ്പോ നമ്മുടെ അടുത്ത മത്സരാർത്ഥിയും ഇന്ന് ഇവിടെ റെഡിയാണ്. പ്രീത ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി ഇവിടുന്ന് കടന്നു വന്നപ്പോ ഇവിടുന്ന് ആരൊക്കെ അറിയാതെ മെമ്പറെ എന്ന് വിളിക്കണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. ചേച്ചി ഇവിടുത്തെ മുൻ മെമ്പറാണോ ഇപ്പോഴത്തെ മെമ്പറാണോ? മുൻ മെമ്പർ ആയിരുന്നു. നമുക്കപ്പോ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് 120 സെക്കൻഡ് ആണ്. അതിൽ 1000 രൂപ കിട്ടും. നമുക്ക് മത്സരത്തേക്ക് ലോട്ടെടുക്കാൻ പോയാലോ? ഓക്കെ. അടിപൊളി ഗെയിമാണ്. കുത്തും കുത്തും കോമയും. ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു 2 ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത് ഒരാളെ നമ്മളൊരു ഫ്രണ്ടിനെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. എന്നിട്ട് ബോൾ തരും. ചേച്ചി ഒരു ബാസ്ക്കറ്റ് പിടിച്ചിട്ട് ഈ 2 ടേബിളിന്റെ അപ്പുറത്ത് നിൽക്കണം. ഈ വരുന്ന ആള് ഈ ബോൾ 2 ടേബിളും കുത്തുന്ന രീതി, അതാണ് കുത്തും 2 ടേബിളും കുത്തുന്ന രീതിയിൽ എറിഞ്ഞു കഴിയുമ്പോൾ ബൗൺസ് ചെയ്ത് വരുമ്പോൾ ചേച്ചി അത് ക്യാച്ച് ചെയ്യണം. അതാണ് ഗെയിം. 120 സെക്കൻഡിനുള്ളിൽ നമ്മൾ നിശ്ചിത എണ്ണം ബോളുകൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ പയ്യന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബോൾ ബൗൺസ് ചെയ്തൊക്കെ എറിയണം. കറക്റ്റ് 2 കുത്തി എറിയണം. അപ്പോൾ ഇതിനകത്ത് കണ്ടിട്ട് ഒരു ഐശ്വര്യം തോന്നുന്നൊരു മോൻ നോക്കി വിളിച്ചോ. ആരാണ്? ആൽഫിൻ. അപ്പോ ആൽഫിനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻ മെമ്പർ കൂടെ ഉണ്ട്. നമുക്ക് ഗെയിം അങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പോ 120 സെക്കൻഡ് സമയം നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇതിൽ 15 ബോളുകൾ ഇവർ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് 1000 രൂപ എന്തായാലും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും. റെഡി അല്ലേ? 1 2 3 സ്റ്റാർട്ട്. അടിപൊളി അടിപൊളി. പിച്ച് 2 തവണ പിച്ച് ചെയ്യിപ്പിക്കും. 1 അത് തന്നെ. 2 വീണോ? അത് ഇല്ല. ഓക്കെ, 2 3 4 5 കൈയടിച്ചേ. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. 6 കൈയടിക്ക്. 7 എണ്ണിക്കോ, നിങ്ങളും എണ്ണിക്കോ. 8 9 10 11 12 13 സല്ല കിട്ടും. അത് ഒറ്റപ്പിച്ചായി പോയി. പോട്ടെ. 13 14 പോരട്ടെ 15. അടിപൊളിയായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് 15 ബോൾ ക്യാച്ച് ചെയ്ത് ആളിത് സമ്മാനമൊക്കെ നേടിയിരിക്കുന്നത് 1000 രൂപ സ്വന്തമായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒട്ടും വഹിക്കുന്നില്ല, നമ്മൾ ആ 1000 രൂപ ചേച്ചിക്ക് കൊടുക്കുകയാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറി. സന്തോഷമായില്ലേ? ഓക്കെ, ഇനി നമുക്ക് 2000 രൂപയുടെ ഗെയിമാണ്. അതായത് 3000ലേക്കുള്ള എൻട്രി ഗെയിമാണ്. ആ ഗെയിമിലേക്ക് പോവാം. ലോട്ട് എടുക്കാം. ഏതാ ഗെയിം നോക്കാം. വാ. സിമ്പിൾ ഗെയിമാണ്. ഐസ്ക്രീം കഴിക്കാറില്ലേ? കോൺ ഐസ്ക്രീം നല്ല രസമല്ലേ? ഈ ഗെയിമിന്റെ പേരും അത് തന്നെയാണ്, കോൺ ടു കോൺ. ചേച്ചിയുടെ കയ്യിൽ ഒരു കോൺ തരും. ഓക്കെ, ഈ കോൺ വീക്കി തരുമ്പോൾ മറ്റേ കോൺ കൊണ്ട് അതിങ്ങനെ ക്യാച്ച് ചെയ്ത് എടുക്കൽ തന്നെയാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തില് ഒരു ചേച്ചിനെ ഒരു സുഹൃത്തിനെ വിളിക്കേണ്ടി വരും. ഒന്ന് വിളിച്ചേ, ആരാ നോക്കാം. ലിൻസിനെ. ഓക്കെ, ലിൻസി ചേച്ചി. 2000 രൂപയ്ക്ക് പ്രീത ചേച്ചിക്കുള്ള ഗെയിമാണ് കോൺ ടു കോൺ.
നമ്മുടെ പ്രീത ചേച്ചി ഇവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. കൂടെ ലിൻസി ചേച്ചിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺ ടു കോൺ ആണ് നമ്മുടെ മത്സരം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ചേച്ചിയുടെ കയ്യിൽ കോൺ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ കോണുകൾ ഇത് 9 എണ്ണത്തോളം വരും. ഓക്കെ, അത് എടുത്തിട്ട് വീക്കി കൊടുക്കുക. നമ്മൾ ഇടത്തെ കൈ യൂസ് ചെയ്യരുത്. ഏത് കയ്യിലാണ്ടിരിക്കുന്ന ആ കൈ കൊണ്ട് തന്നെ അതിങ്ങനെ കോരി എടുക്കുക എന്നുള്ളതാണ് ഗെയിം. അപ്പോൾ ഇത് മൊത്തം ഇപ്പുറത്തേക്ക് 10 എത്തിക്കഴിയുമ്പോൾ തിരിച്ച് ഈ 10 ഇങ്ങോട്ടേക്കും പോകണം. 100 സെക്കൻഡാണ് സമയം. ഈ സെക്കൻഡിനുള്ളിൽ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപയുടെ ഗെയിം പാസ്സായി എന്നുള്ളത് വിശ്വസിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൈയടി തുടങ്ങാം, കൈയടി തുടങ്ങാം. 1, വെരി സിമ്പിൾ. കൈയടി തുടങ്ങാം, കൈയടി തുടങ്ങാം. 2, അടിപൊളി അടിപൊളി അടിപൊളി, വെരി സിമ്പിൾ. അത് പോയി, കുഴപ്പമില്ല. അടുത്തത്, അതും പോയി. പോട്ടെ 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 പോട്ടെ, അതും പോയി. നിങ്ങൾ ട്രൈ ചെയ്തോണ്ടേയിരിക്കും. ആ, അടിപൊളി. കൈയടി 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 കൈയടി. പോട്ടെ പോട്ടെ പോട്ടെ. അതും പോയി. പോട്ടെ പോട്ടെ, അതും പോയി. ഇത് പിടിച്ചോ. വീണ്ടും അത് മൊത്തം പുറത്ത് എത്തിക്കണം നമുക്ക് ആദ്യം. ആ, റെഡി 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 റെഡി. അത് ഇങ്ങ് തന്നോളൂ. ആ, കേറിന്നോ. 50 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇനി തിരിച്ചറിയാനുള്ള സമയം കൂടി വേണം കേട്ടോ. 50 സെക്കൻഡ് കഴിഞ്ഞ സ്ഥിതിക്ക് പോട്ടെ. ഇത് 2 പിടിച്ചോ. ഇതും കൂടി പിടിച്ചോ. 60 സെക്കൻഡ് കഴിഞ്ഞു. വീക്കിക്കോ. അത് പോയി. 70 സെക്കൻഡ്. ഇനി തിരിച്ചു വീക്കാനുള്ളതാണ്. ഇത് പുറത്ത് മൊത്തം എത്തിക്ക്. സമയം കളയണ്ട. ആ, കൈയടി എടുക്ക്. 80 സെക്കൻഡ്. 1 സൈഡ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. അത് പോയി. അത് പിടിച്ചോ. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമാണ്. കാരണം 90 സെക്കൻഡ് ആണ്. 10 9 8 7 6 5 4. ഇനി തിരിച്ചു വയ്ക്കോ. ചേച്ചി നിൽക്കോ. 3 2 1. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. 3 എണ്ണം എത്തിച്ചു. പ്രീത ചേച്ചി രണ്ടാമത്തെ റൗണ്ടിൽ പുറത്തായിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവര് നന്നായിട്ട് മത്സരിച്ചിട്ടോ. നല്ല ഗംഭീര മത്സരമായിരുന്നു. കാരണം ഒരു സൈഡ് മൊത്തം നിങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു. എന്തായാലും ഒരിക്കൽ കൂടി എനിക്ക് തോന്നുന്നു ഇവർക്കൊരു നല്ല കൈഡി കൊടുക്കണം എന്ന് തോന്നുന്നു. ഒപ്പം പ്രീത ചേച്ചിക്ക് ഓൾറെഡി 1000 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ 2 നല്ല സമ്മാനങ്ങൾ കൂടി കൊടുക്കുകയാണ്. ഒന്ന്, ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് കൊടുക്കുന്നത് ക്വാൻലി നൽകുന്ന മറ്റൊരു നല്ല സമ്മാനമാണ്. നല്ലൊരു കൈഡി കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പറിന്റെ മറ്റൊരു ആവേശകരമായ എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നാളെ നമുക്ക് വീണ്ടും ഇതേ സമയത്ത് തന്നെ കാണാം. ഗുഡ് ബൈ.